നമ്മൾ എന്തിനാണ് എപ്പോഴും മറ്റുള്ളവരുമായി ഒരു ബന്ധം തേടുന്നത്? അതിന്റെ പിന്നില് ബയോളജി എന്താണെന്ന് നോക്കാം. ഇതിന്റെയൊക്കെ കാരണം ഒന്നേ ഉള്ളൂ. അത് മനുഷ്യന്റെ ഒരു അടിസ്ഥാന ആവശ്യമാണ്, ഒന്നിച്ചു നിൽക്കാനുള്ള ഒരാഗ്രഹം. കാരണം പണ്ടത്തെ മനുഷ്യർക്ക് നല്ല സോഷ്യൽ ബോണ്ടിംഗ് ഉള്ളവർക്കായിരുന്നു അതിജീവിക്കാൻ കൂടുതൽ സാധ്യതയുണ്ടായിരുന്നത്. അപ്പോ നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ കഥയിലെ പ്രധാനികൾ 2 ഹോർമോണുകളാണ്. നമുക്ക് നോക്കാം. 1. ഓക്സിറ്റോസിൻ, നമ്മളെ തമ്മിൽ അടുപ്പിക്കുന്ന ബോണ്ടിംഗ് ഹോർമോൺ. 2. കോർട്ടിസോൾ, നമ്മുടെ സ്ട്രെസ് ഹോർമോൺ. ഒരു പഠനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്രണ്ട്സുമായി സംസാരിക്കുമ്പോൾ സ്ത്രീകളിലെ കോർട്ടിസോൾ ലെവൽ കുറയുമെന്നാണ്. ഈ ഹോർമോണുകളാണ് ബയോബിഹേവിയറൽ സിൻക്രണി ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ പെരുമാറ്റവും ഫിസിയോളജിയും ഒന്നിക്കുന്ന ഒരു പ്രോസസ്സ്. ഇതൊരു ഡാൻസ് പോലെയാണ്. ഒരേപോലത്തെ നോട്ടം, സംസാരം, വികാരങ്ങൾ, സ്പർശനം ഇതെല്ലാം നമ്മളെ ശരിക്കും ഒന്നാക്കുന്നു. പക്ഷേ ഈ ശക്തമായ ബോണ്ടിങ്ങിന് ഒരു ഡാർക്ക് സൈഡ് കൂടിയുണ്ട്. നമുക്കതിലേക്ക് കടക്കാം. ഇതിനെയാണ് നമ്മൾ ട്രൈബലിസം അഥവാ ഗോത്രീയത എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ അവർ എന്നൊരു വേർതിരിവ് ഇവിടെ തുടങ്ങുന്നു. വിചിത്രം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ അടുപ്പിക്കുന്ന അതേ ഓക്സിഡോസിനാണ് ഈ നമ്മൾ അവർ വേർതിരിവും ശക്തമാക്കുന്നത്. നമ്മുടെ ബ്രെയിൻ ശരിക്കും ഇതിന് പാകപ്പെട്ടതാണ്. പുറത്തുള്ളവരെ ഒരു ഭീഷണിയായി കാണാനും അവരോടുള്ള എമ്പത്തി കുറയ്ക്കാനും ഇത് സഹായിക്കും. ഒരു ന്യൂറോ സയന്റിസ്റ്റ് പറഞ്ഞതുപോലെ, നമ്മുടെ തലച്ചോറിന് സത്യമല്ല, അതിജീവനമാണ് പ്രധാനം. ഇതിന്റെ ഫലമോ? നമ്മുടെ ഗ്രൂപ്പിന് നല്ലത് പറയുന്ന എന്ത് കാര്യവും നമ്മൾ വിശ്വസിക്കും. അതിനെ ചോദ്യം ചെയ്യുന്ന സത്യങ്ങൾ തള്ളിക്കളയും. അപ്പോ ഈ പ്രശ്നങ്ങളിൽ ചാടാതെ ഒന്നിച്ചു നിൽക്കുന്നതിന്റെ ഗുണങ്ങൾ മാത്രം നമുക്കെങ്ങനെ കിട്ടും? അതിന് ചില വഴികളുണ്ട്. നമ്മുടെ ഗ്രൂപ്പിന്റെ ചിന്തകളെ തന്നെ ആദ്യം ചോദ്യം ചെയ്യുക. അപ്പുറത്തുള്ളവരെ മനുഷ്യരായി കാണുക. കാര്യങ്ങളെ കറുപ്പും വെളുപ്പുമായി കാണാതിരിക്കുക. അപ്പോ അവസാനത്തെ ചോദ്യം ഇതാണ്: ഈ നമ്മൾ അവർ എന്ന വേർതിരിവ് മറികടന്ന് നമുക്ക് ഒരുമിച്ചു നിൽക്കാൻ പറ്റുമോ?